ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് VFD സർവീസ് ചെയ്യണോ വേണ്ടോ എന്നുള്ളതാണ്. പല മാനുഫാക്ചറിംഗ് യൂണിറ്റ് നടത്തുന്ന ഓണേഴ്സിനും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പേഴ്സൺസിനൊക്കെ സംശയമാണ്. അതായത് നമ്മളുടെ എല്ലാ യൂണിറ്റിലും മിനിമം ഒരു മോട്ടർ ഉണ്ടാവും. ആ മോട്ടറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു സ്റ്റാർട്ടർ അല്ലെങ്കിൽ ഒരു VFD നിർബന്ധമായിട്ടും എല്ലാ പ്ലാന്റിനകത്തും ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതും ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഡിവൈസാണ് ഈ VFD എന്ന് പറയുന്നത്. കാരണം ഒരു മോട്ടറിനെ റൺ ചെയ്യിപ്പിക്കുന്ന VFD ആകുന്നത് കൊണ്ട് തന്നെ VFD കംപ്ലൈൻ്റ് ആയാൽ മോട്ടർ സ്റ്റോപ്പ് ആവും, ഹോൾ പ്രോസസ്സ് തന്നെ നിർത്തിയിടേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു ഡിവൈസാണ് ഈ VFD എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. ഇനി നമ്മൾ പറയുന്ന വിഷയം പല ആൾക്കാർക്കും സംശയമാണ്, നമ്മളുടെ എക്സിസ്റ്റിംഗ് VFD കംപ്ലൈൻ്റ് ആയി അത് നമുക്ക് സർവീസ് ചെയ്യണോ അല്ലെങ്കിൽ നമ്മളൊരു പുതിയ VFD വാങ്ങിച്ച് ഫിറ്റ് ചെയ്യണോ എന്നുള്ളത്. അതായത് നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ ചിന്തിക്കാം. ഒന്ന്, നിങ്ങൾക്ക് ബിലോ 5 HP ആണ് VFD എങ്കിൽ അത് നമ്മൾ ബെറ്റർ സർവീസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതിൻ്റെ കണ്ടീഷൻസ് ഇതിനകത്ത് ഓരോ കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മളെല്ലാം പറയുന്നില്ല. പക്ഷെ വളരെ ചെറിയ ഒരു കംപ്ലൈൻ്റ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ അതിനകത്ത് ടെർമിനൽസ് വർക്ക് ചെയ്യുന്നില്ല, കൺട്രോൾ കാർഡ് മാറ്റണം, അങ്ങനെ അത്തരം ചെറിയ കംപ്ലൈൻറ്റ്സ് ആണെങ്കിൽ നമുക്ക് ബിലോ 5 HP നമുക്ക് സർവീസ് ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. പക്ഷേ IGBT കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഹോൾ ബേൺ ആയി പോയി, അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ബിലോ 5 HP നമ്മൾ സർവീസിന് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് അതിനു മുമ്പായിട്ട് ഈ VFDക്ക് അകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് VFDക്ക് അകത്ത് ശരിക്കും 3 പാർട്ടായിട്ടാണ് ഇതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. നമ്മൾ VFDയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും, നിങ്ങൾ അത് കണ്ടോളൂ. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ VFDയുടെ 3 സെക്ഷനായിട്ടാണ് ഇതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. നമുക്ക് വരുന്ന ഇൻപുട്ട് AC വോൾട്ടേജിനെ അത് കൺവേർട്ട് ചെയ്തിട്ട് DC ആക്കിയിട്ട് മാറ്റും, അതാണ് ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്നത്. അതിനുശേഷം അടുത്ത സ്റ്റേജിൽ വരുന്നതാണ് ഒരു കപ്പാസിറ്റർ. അവിടെ നടക്കുന്ന ഒരു ഫിൽറ്ററിംഗ് ആണ് നടക്കുന്നത്. നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ കൺവേർട്ട് ചെയ്യുന്ന ആ DC സപ്ലൈ അല്ലെങ്കിൽ DC വേവിനെ നമ്മൾ ഫിൽറ്റർ ചെയ്യുന്നു, അതാണ് ഈ ഇൻ ബിറ്റ്വീനുള്ള ഫിൽറ്റർ എന്ന് പറയുന്നത്, കപ്പാസിറ്റർ ബാങ്ക് എന്ന് പറയുന്നത്, അവിടെ നടക്കുന്ന പ്രവർത്തനം. അപ്പോൾ അവിടെ നമുക്ക് പ്യുവർ ആയിട്ടുള്ള ഒരു DC കിട്ടും. ആ DCനെ അഗെയിൻ നമ്മൾ ഇൻവേർട്ട് ചെയ്യുന്നു, അതായത് DCനെ അഗെയിൻ AC ആക്കി മാറ്റുന്നു, അതാണ് മൂന്നാമത്തെ സ്റ്റേജ് നടക്കുന്നത്. അത് ചെയ്യുന്നത് IGBT എന്ന് പറയുന്ന ഡിവൈസ് ത്രൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ IGBT വഴിയാണ് നമുക്ക് ഇതിൻ്റെ ഫ്രീക്വൻസി മോഡുലേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം VFD മീൻസ് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്, അതായത് ആ ഫ്രീക്വൻസിനെ വേരി ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡിവൈസ് തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ സ്റ്റേജാണ് മൂന്നാമത്തെ സ്റ്റേജിൽ നടക്കുന്നത് IGBTയിൽ. അപ്പോൾ ഈ 3 സ്റ്റേജിലാണ് ഇതിൻ്റെ വർക്കിംഗ് മെയിനായിട്ട്, ഇതിൻ്റെ മെയിൻ കോർ ഓഫ് ദ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഇതിൻ്റെ പ്രോഗ്രാമിംഗ് പാർട്ട്, മറ്റു കാര്യങ്ങൾ, കൺട്രോൾ കാർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു VFD കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ, സപ്പോസ് ഇതിൻ്റെ ഏറ്റവും കോർ ആയിട്ടുള്ള ഇപ്പം നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് മദർ ബോർഡ് എന്നൊക്കെ പറയുന്ന പോലെ VFDക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് IGBT എന്ന് പറയുന്ന സെക്ഷൻ. അപ്പോൾ അവിടെയാണ് ഫോൾട്ട് വന്നിരിക്കുന്നത്. IGBT ഫെയിലിയർ ആയി അല്ലെങ്കിൽ ആ ഒരു പവർ ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് ബേൺ ആയി എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിന് ഏകദേശം ഡ്രൈവിൻ്റെ ഒരു 25 to 30 അല്ലെങ്കിൽ 50% ഓളം കോസ്റ്റ് വരും. ഇതെല്ലാം ഡിപ്പെൻഡ്സ് ആണ് കേട്ടോ. ബ്രാൻഡുകൾ മാറുമ്പോൾ മാറും, അതേപോലെ കപ്പാസിറ്റി മാറുമ്പോൾ മാറും. ഫോർ എക്സാമ്പിൾ 5 HPക്ക് താഴെ നമ്മൾ എന്തുകൊണ്ടാണ് റെക്കമെൻഡ് ചെയ്യാത്തത് സർവീസ് എന്ന് വെച്ചാൽ, അവിടെ ആ 5 HPക്ക് താഴെ വരുന്ന ബോർഡ് അല്ലെങ്കിൽ ആ ഡ്രൈവിനകത്തുള്ള ബോർഡെല്ലാം ഒരു സെക്ഷൻ, ഒരു മോൾഡിങ്ങിലാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു പവർ മോഡ്യൂൾ കംപ്ലൈൻ്റ് ആയാലും ഹോൾ ബോർഡ് തന്നെ നമുക്ക് അതിനകത്ത് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. IGBT ഉൾപ്പെടെയുള്ള ആ മൊത്തം സെക്ഷൻ തന്നെ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. പക്ഷെ അതേപോലെ ഒരു 5 HPക്ക് മേലെ ഒരു 5 HP, ഒരു 10 HP അല്ലെങ്കിൽ 50 HP, 100 HP, 200 HP ഒക്കെ ആണെങ്കിൽ എല്ലാം സെപ്പറേറ്റ് മൊഡ്യൂൾസ് ആണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ട് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് അത് മാത്രം റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കുറെ കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, കസ്റ്റമറിന് വെർത്താണ്. ഒരു കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂവിൽ അങ്ങനെയുള്ള അത്തരം കപ്പാസിറ്റിയുള്ള ഡ്രൈവ് സർവീസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെർത്താണ്. കാരണം എന്താ, ഇതിനകത്ത് മിനിമം ഒരു 1 or 2 year ഓടിയാൽ തന്നെ നമുക്കത് വളരെ യൂസ്ഫുൾ ആണ്. പുതിയ ബ്രാൻഡ് ന്യൂ ഡ്രൈവ്, ഫോർ എക്സാമ്പിൾ ഒരു 100 HP എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് അറൗണ്ട് നമുക്കറിയാം ഒരു 2 lakh അല്ലെങ്കിൽ 3 lakh 5 lakh വാട്ടെവർ, അത്രയും എമൗണ്ട്സ് വരും. അപ്പോൾ നമ്മൾ ആ ഒരു 20% അല്ലെങ്കിൽ 30% സർവീസ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് വളരെ വെർത്തായിട്ട് നമുക്ക് പ്ലാന്റ് അതായത് ഷട്ട് ഡൗൺ ഇല്ലാതെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സർവീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബാക്കപ്പിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതായത് നമ്മളെ പ്ലാന്റിൽ ഒരു 1 HP, 2 HP, 5 HP, 10 HP അങ്ങനെ കുറേ ഡ്രൈവ്സ് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഒരു ഹയർ കപ്പാസിറ്റി ആദ്യം സർവീസ് ചെയ്ത് വെക്കാം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹയർ കപ്പാസിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് ലോവർ റേറ്റിംഗിലുള്ള എല്ലാ ഡ്രൈവ്സിനെയും നമുക്ക് റൺ ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷേ ലോവർ റേറ്റിംഗിലുള്ള ഡ്രൈവിന് ഉപയോഗിച്ചിട്ട് ഒരു ഹയർ റേറ്റിംഗിലുള്ള ഡ്രൈവിന് നമുക്ക് അല്ലെങ്കിൽ ആ ഒരു മോട്ടറിന് നമുക്ക് റൺ ചെയ്യിപ്പിക്കാൻ കഴിയില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹയർ HP സർവീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ HP താഴെ വരുന്ന എല്ലാ മോട്ടോഴ്സിനും നമുക്കത് എമർജൻസി ഘട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനകത്ത് പ്രോഗ്രാം ചെയ്ത് അതിൻ്റെ ആംസ് മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്കൊരു എമർജൻസി ഘട്ടത്തിൽ ഇത് നമുക്ക് ബാക്കപ്പ് ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. പാരലലി നിങ്ങൾക്ക് പുതിയ ഡ്രൈവ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഡെലിവറി ടൈം എല്ലാം കൂടുതലായിരിക്കും. മീൻ വൈൽ ആ ഡ്രൈവ് എത്തുന്നതായിരിക്കും നിങ്ങൾക്കത് ഉപയോഗിക്കാനും കഴിയും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സോ ഉണ്ടെങ്കിൽ ദയവായി വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതേപോലെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക്, റിലേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, പ്രൊഫഷണൽസിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.